സിനിമയെ അതിന്റെ സകല ആഘോഷവും യശസ്സും അന്തസ്സും ചോരാതെ കേരളത്തിലേക്ക് പറിച്ചുനട്ട പ്രധാനപ്പെട്ടവരിൽ ഒരാളാണ് പി സുബ്രഹ്മണ്യം. മലയാളികൾക്ക് സത്യനെന്ന മഹാനടനെ പരിചയപ്പെടുത്തിയ അതുല്യ പ്രതിഭാസം. മുൻ തിരുവനന്തപുരം മേയറും ബിസിനസ്സുകാരനുമായിരുന്ന പി സുബ്രഹ്മണ്യം 1950 തിരുവനന്തപുരത്ത് മെറിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപിച്ചു. 80ഓളം ജീവനക്കാരെ നിയമിച്ചും പ്രേം നസീർ, മധു, ശാരദ, ശ്രീവിദ്യ, ആറന്മുള പൊന്നമ്മ, SP പിള്ള തുടങ്ങി നിരവധി പ്രതിഭകളെ അഭിനയിപ്പിച്ചും മലയാള മണ്ണിൽ കലാമൂല്യമുള്ള സൃഷ്ടികൾ സമ്മാനിച്ചു. അദ്ദേഹം 73 സിനിമകൾ നിർമ്മിച്ചു. അതിൽ 59 സംവിധാനവും ചെയ്തു. അങ്ങനെ സമ്പൂർണ്ണ മലയാള ചലച്ചിത്ര വ്യവസായത്തെ വികാസത്തിലേക്ക് നയിച്ചു. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ 1952 ആത്മസഖിയാണ് ആദ്യമായി നിർമ്മിച്ച ചിത്രം. തുടർന്ന് ബാല്യസഖി, അവകാശി, പൊൻകതിർ, അനിയത്തി, രണ്ടിടങ്ങഴി, ക്രിസ്മസ് തലേന്ന്, ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തകുചേല, കുമാരസംഭവം, ഹൃദയമൊരു ക്ഷേത്രം, ശ്രീ ഗുരുവായൂരപ്പൻ, അംബ, അംബിക, അംബാലിക, ഹൃദയത്തിന്റെ നിറങ്ങൾ, അങ്ങനെ സാമൂഹിക പ്രസക്തിയുള്ളതും പുരാണങ്ങളുടെ മഹത്വവും നിറഞ്ഞ ചിത്രങ്ങൾ. ഭക്തകുചേല മികച്ച ചിത്രത്തിനുള്ള ആദ്യത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി. ശ്രീ ഗുരുവായൂരപ്പൻ, സ്വാമി അയ്യപ്പൻ, ശ്രീ മുരുകൻ, ഈ ചിത്രങ്ങൾ ആർക്ക് മറക്കാനാകും. പിന്നീട് മെറിലാൻഡ് കുടുംബത്തിൽ നിന്ന് സുബ്രഹ്മണ്യത്തിന്റെ മക്കളായ കാർത്തികേയൻ, മുരുകൻ എന്നിവരിൽ നിന്ന് ടെലിവിഷൻ പരമ്പരകളും മലയാളി കണ്ടു. കടമറ്റത്ത് കത്തനാർ, സ്വാമി അയ്യപ്പൻ, കൃഷ്ണകൃപാ സാഗരം ഇവയൊക്കെ വീട്ടിലെ ടെലിവിഷനിൽ സമയം നോക്കിയിരുന്ന് നാം കണ്ടതാണ്. ചലച്ചിത്ര നിർമ്മാതാവും അഭിനേതാവുമായ ശ്രീ കെ ബാലാജിയുടെ സുജാത പ്രൊഡക്ഷൻസിന്റെ കീഴിൽ വന്ന 20ലധികം തമിഴ് ചിത്രങ്ങളെ മലയാളക്കരയിൽ വിതരണം ചെയ്തു. 1986 ശ്രീ ശിവാജി ഗണേശനും രജനീകാന്തും അഭിനയിച്ച വിടുതലൈ ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നു. വീണ്ടും വിജയം രചിക്കാൻ പ്രേക്ഷകന്റെ മനസ്സറിഞ്ഞ് ഈ കുടുംബം ആധുനിക സിനിമയുടെ കാലത്ത് മുത്തച്ഛന്റെ ഉപദേശാനുസരണം മലയാളക്കരയിൽ തമിഴ് സിനിമകൾ വൈഗ മെറിലാൻഡ് റിലീസിലൂടെ വിതരണം ചെയ്തുകൊണ്ട് മികവിന്റെ പാരമ്പര്യം തുടരുകയാണ്. അതിന് ചുക്കാൻ പിടിക്കാൻ കൊച്ചുമകൻ സെന്തിൽ സുബ്രഹ്മണ്യവും ആർ അജയഗണമുത്തുവിന്റെ സംവിധാനത്തിൽ ഡിമൗണ്ടി കോളനി, വെട്രിമാരന്റെ സംവിധാനത്തിൽ വിടുതലൈ പാർട്ട് 2 എന്നീ ചിത്രങ്ങൾ പ്രേക്ഷകർക്കിടയിലെത്തിച്ചു. കലാപരവും മികവുറ്റതുമായ സിനിമയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും സമാനതകളില്ലാത്ത വിനോദവും, നടിപ്പിൻ നായകൻ സൂര്യയോടുള്ള ആരാധനയും, സംവിധായകൻ കാർത്തിക് സുബ്ബരാജിന്റെ പ്രതിഭയും, ജയറാം, ജോജു ജോർജ്, സ്വാസിക എന്നീ മലയാളി താരങ്ങളുടെ സാന്നിധ്യവും കണക്കിലെടുത്ത് മെയ് 1 റെട്രോ എന്ന മാസും ക്ലാസുമായ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സെന്തിൽ സുബ്രഹ്മണ്യം. ഈ ആവേശത്തിനും ചങ്കൂറ്റത്തിനും നമ്മുടെ ഹൃദയത്തിൽ നിന്നും വലിയ കയ്യടി നൽകാം. വൈഗ മെറിലാൻഡ് റിലീസിന് അതിന്റെ സാരഥിയായ മിസ്റ്റർ സെന്തിൽ സുബ്രഹ്മണ്യത്തിന് എൻ്റെ എല്ലാവിധ സ്നേഹവും പ്രാർത്ഥനകളും.